നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫ്ലോറന്റിനോ പെരസ് വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വിജയിച്ച കണക്കുകളും മറ്റുമൊക്കെ ഒഫീഷ്യലി ഇപ്പോൾ റയൽ മാഡ്രിഡ് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയിട്ട് ഇറക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫ്രം ദി ഇലക്ട്രൽ ബോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് റയൽ മാഡ്രിഡ് പുറത്തിറക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്. റയൽ മാഡ്രിഡിൻ്റെ ഇലക്ട്രൽ ബോർഡ് അനൗൺസ് ചെയ്യുന്നു, വിത്ത് 100% ഓഫ് ഇൻ പേഴ്സൺ ആൻഡ് പോസ്റ്റൽ വോട്ട്സ് കൗണ്ടഡ്. അതായത് നേരിട്ട് വോട്ട് ചെയ്തും പോസ്റ്റൽ വോട്ടും ഒക്കെ പൂർണ്ണമായും കൗണ്ട് ചെയ്തപ്പോൾ മിസ്റ്റർ ഫ്ലോറന്റിനോ പെരസിൻ്റെ കാൻഡിഡസി വിജയിച്ചിരിക്കുന്നു. അദ്ദേഹം വീണ്ടും റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നു. ഈ കാൻഡിഡസി, അദ്ദേഹത്തിൻ്റെ കാൻഡിഡസി, അതായത് പെരസിൻ്റെ കാൻഡിഡസി 21,741 വോട്ടുകളാണ് നേടിയത്. അതായത് ആകെ പോൾ ചെയ്ത വോട്ടുകളുടെ 65% ഫ്ലോറന്റിനോ പെരസിൻ്റെ വിഭാഗത്തിന് ലഭിച്ചു. അതേസമയം മിസ്റ്റർ എൻറിക് റിക്വൽമിയുടെ കാൻഡിഡസിക്ക് ലഭിച്ചത് 11,814 വോട്ടുകളാണ്. അതായത് 35% വോട്ടുകളാണ്. സോ വലിയ മാർജിനിൽ തന്നെ ഫ്ലോറന്റിനോ പെരസ് വിജയിച്ച് കയറിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാൻഡിഡസിയിൽ അദ്ദേഹമാണ് പ്രസിഡന്റ്. മിസ്റ്റർ ഫ്ലോറന്റിനോ പെരസ് റോഡ്രിഗസ് പ്രസിഡന്റ്, മിസ്റ്റർ എഡ്വാർഡോ ഫെർണാണ്ടസ് ഡി ബ്ലാസ് വൈസ് പ്രസിഡന്റ് ആകുന്നു. മിസ്റ്റർ പെഡ്രോ ലോപ്പസ് ഹിമെനസ് മറ്റൊരു വൈസ് പ്രസിഡന്റ്, മിസ്റ്റർ എൻറിക്കെ സാഞ്ചസ് ഗോൺസാലസ് മറ്റൊരു വൈസ് പ്രസിഡന്റ്, മിസ്റ്റർ എൻറിക്കെ പെരസ് റോഡ്രിഗസ് മറ്റൊരു വൈസ് പ്രസിഡന്റ്, ഹോസെ ലൂയിസ് ഡെൽ വലെ പെരസ് സെക്രട്ടറി, അതുപോലെ ജെറോണിമോ ഫെറെ മുഞ്ചാഴസ് മെമ്പർ, മാനുവൽ സെറേസോ വെലാസ്കസ് മറ്റൊരു മെമ്പർ, ഹോസെ സാഞ്ചസ് ബെർണാൽ മറ്റൊരു മെമ്പർ, അങ്ങനെ ബാക്കി മെമ്പർമാരും. ഇതാണ് ഇപ്പോൾ ആ ഒരു കാൻഡിഡേസിയിലുള്ളത്. എന്തായാലും ഒരിക്കൽ കൂടി ഫ്ലോറന്റിനോ പെരസ് റയൽ മാഡ്രിഡിൻ്റെ പ്രസിഡൻ്റായി വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം വലിയ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു. ഹോസെ മൊറീഞ്ഞോ മടങ്ങിയെത്തുന്നു. ഡംഫ്രീസും കൊനാറ്റയും അവരുടെ ടീമിലേക്ക് എത്തുന്നു. സോ പെരസ് എന്തായാലും ഇനി അങ്ങോട്ട് ഡബിൾ പവറിൽ ടീമിനെ നയിക്കും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഡേ ഫോർ മീ ആൻഡ് ഫോർ ഓൾ മാഡ്രിഡ് സ്റ്റാർസ് എന്ന് പെരസ് പ്രഖ്യാപിക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സിൽ എത്താം.